പ്രതാപേട്ടാ, പറഞ്ഞ ലൊക്കേഷനിലാ ഞാൻ. ഇടതുവശത്തെ വീടാണോ അതോ വലതുവശത്തെ വീടാണോ? ഒന്ന് വേഗം പറ പ്രതാപേട്ടാ. പ്രോഗ്രാം ക്യാൻസലായി. ഞാനിപ്പോ മറ്റൊരു സ്ഥലത്താ ഉള്ളത്. നീ തിരിച്ചു പോക്കോ. എന്താ പ്രതാപേട്ടാ, ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ. എന്നോട് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമായി. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ സ്വല്പം ബിസിയായി പോയി. സൗകര്യം പോലെ തിരിച്ചു വിളിക്കാം. വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോറി. പ്രതാപേട്ടാ, ഹലോ. ഇവനെ പോലെ ഒരുത്തിന് കൊടുക്കേണ്ടതേ ഇങ്ങനൊരു പണിയാ. ഭാര്യയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയാത്തവൻ അന്യ പെണ്ണിന് വേണ്ടി എന്ത് ചെയ്യും? മോനെ പ്രതാപ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. നന്ദനിപ്പോ മദ്യപിച്ച് വരാറുണ്ടോ മോളെ? അങ്ങനൊന്നുമില്ല. എവിടെ പോയിന്ന് ചോദിച്ചാ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഈ വീട്ടിൽ വന്ന് കയറുന്നത് നന്ദേട്ടനൊരു വീർപ്പുമുട്ടല. അനുവിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട നന്ദേട്ടന്റെ മുഴുവൻ സ്വസ്ഥതയും പോവും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവളുടെ കുഞ്ഞിനെ കാണുമ്പോ അവൻ പലതും മറക്കുമെന്നാ നമ്മൾ കരുതിയത്. അവന് സങ്കടം കൂടിയിട്ടേ ഉള്ളൂ. ആ അല്ല മോളെ, സാവിത്രി പറഞ്ഞ് ഞാനൊരു വിവരം അറിഞ്ഞു. അവൻ പോയത് കുഞ്ഞിന് ബലിയിടാൻ തന്നെയാണോ? എനിക്കൊന്നും അറിയില്ലമ്മേ. പെട്ടെന്നൊരു തോന്നൽ പോലെയാ നന്ദേട്ടൻ ഇറങ്ങിപ്പോയത്. അതേപ്പറ്റി അമ്മയോട് പറയാൻ പോലും നന്ദേട്ടൻ മനസ്സ് കാണിച്ചില്ല. അത് നീയൊരു പാപമായിട്ടാ കാണുന്നതെന്ന് സാവിത്രി പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് അതൊരു നല്ല കാര്യം തന്നെയാ. അതേ പ്രായത്തിലൊരു കുഞ്ഞ് ഈ വീട്ടിലുള്ളതല്ലേ. പിള്ളച്ചാവെന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് നമുക്ക് കരുതാം. നന്ദേട്ടന്റെ വേദന അതുകൊണ്ടൊന്നും തീരില്ല. അതൊരു വലിയ നഷ്ടമായി നന്ദേട്ടന്റെ കൂടെ എന്നും ഉണ്ടാവും. 1-2 ആഴ്ച കൊണ്ട് നന്ദേട്ടൻ നോർമൽ ആവൂന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ വിഷമിക്കാതിരിക്കാൻ നന്ദേട്ടൻ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ കരുതി. അതിന് പോലും നന്ദേട്ടന് കഴിയുന്നില്ല. ഇപ്പോ എന്നെയും നന്ദേട്ടൻ മറന്ന പോലെയാ. അവൻ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും മോളെ? ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും കാര്യങ്ങൾ ഗുരുതരമായിട്ട് വരിക. 5-6 വയസ്സ് വരെ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തിയെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പ്രസവിച്ച് മുഖം പോലും കാണാൻ കഴിയാത്ത കുഞ്ഞിന് വേണ്ടിട്ടാ അവനീ ഭ്രാന്ത് കാണിക്കുന്നത്. ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. ഇതൊരു വല്ലാത്ത തിരിച്ചടി തന്നെയായിപ്പോയി. അവന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് വന്നതായിരുന്നു. കേസിന്റെ വിധി പോലും അനുകൂലമായി വന്നതാ. അതൊക്കെ കണ്ടപ്പോ ഞാനും കരുതി ഇനി അങ്ങോട്ട് നല്ല കാലമായിരിക്കുമെന്ന്. ഇതുപോലൊരു ശിക്ഷ കൊടുത്ത് ദൈവം എന്തിനാ അവനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് നീറ്റുന്നത്? ജീവിക്കരുതെന്ന് കരുതിയാവും. അല്ലെങ്കിൽ ഇതുപോലൊരു കൊടിയ വിധി ആ പാവത്തിന് സമ്മാനിക്കുമോ? മനസാക്ഷി ഇല്ലാത്തവർക്കുള്ളതാ ഈ ലോകം. അവനെ ഈ വിധി കൊടുത്ത ദൈവം അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. നന്ദനെ ഇങ്ങനെ വിടാൻ നമുക്ക് പറ്റില്ല മോളെ. അവനെ പഴയ ആളാക്കി തിരിച്ചു കൊണ്ടുവരണം. ഇനി ഒരുപാട് കാലം ജീവിച്ചു പോകേണ്ടവരാ നിങ്ങൾ രണ്ടുപേരും. ആരാ മുത്തശ്ശിത്? ഇത് ഭാനുമതി, സാവിത്രിയുടെ പരിചയക്കാരിയാ. പ്രസവ ശുശ്രൂഷയ്ക്ക് വിളിപ്പിച്ചതാ. 2 ആഴ്ചയായില്ലേ? ഇനി ദേഹരക്ഷ ഓരോന്നായിട്ട് തുടങ്ങണം. അതിന് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു നിർത്തേണ്ട കാര്യം എന്താ? അനുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഞാനില്ലേ?
ലക്ഷ്മമ്മ ഉണ്ടല്ലോ മുത്തശ്ശി, പിന്നെ വേറെ ആരും വേണ്ട. ഇവരോട് പോവാൻ പറഞ്ഞേക്കെ. ഭക്ഷണം കൊടുക്കലും കുഞ്ഞിനെ എടുക്കലും മാത്രമാണോ വേണ്ടത്? ലക്ഷ്മി ചെയ്യുന്നത് അതല്ലേ? പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. വേദ പിടിക്കണം, അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. സുഭദ്രാമ്മയുടെ സംസാരം കേട്ടാ തോന്നും എനിക്കിതൊന്നും അറിയാത്ത കാര്യങ്ങളാണെന്ന്. അതിനുള്ള സമയമാവാൻ കാത്തിരുന്നതാ ഞാൻ. ആ, അറിയാവുന്ന കാര്യമാണെങ്കിൽ ലക്ഷ്മി പറ. വേദവെള്ളം തിളപ്പിക്കാൻ എന്തൊക്കെ ഔഷധക്കൂട്ടുകളാ വേണ്ടത്? അത് അങ്ങാടിക്കടയിൽ പോയി ചോദിച്ചാ പോരെ. പഠിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ആ, അവിടുന്ന് ഒരു പൊതി കിട്ടും, ആ സത്യവാ. അത് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കേണ്ടതിലാണ് കാര്യം. ആ ലക്ഷ്മി, വെറുതെ തർക്കിച്ചിട്ട് എന്താ കാര്യം? ഭാനു എത്ര കാലമായിട്ട് ഇത് ചെയ്യുന്നു. അതുകൊണ്ടാ അവളെ സാവിത്രി വിളിച്ചു വരുത്തിയത്. ദേ കുഞ്ഞെ, നാൽപ്പാമര പട്ടയും ദശമൂല ചൂർണവും പിന്നെ ചില ആയുർവേദ കൂട്ടുകളും ചേർത്ത് തലേ ദിവസം തയ്യാറാക്കേണ്ടതാ വേദവെള്ളം. കുളിക്കാൻ നേരവേ ഒന്നുകൂടി ചൂടാക്കണം. പിന്നെ തല കുളിക്കാൻ രാമച്ചവും ഉണക്കനെല്ലിക്കയും ചന്ദനവും തിളപ്പിച്ചാറ്റിയ വെള്ളവുമാണ് വേണ്ടത്. പിന്നെ ഉള്ളിൽ ചെല്ലാൻ ചില ഔഷധങ്ങളും ഉണ്ടേ, അതും വാങ്ങണം കേട്ടോ. വേദന വേണ്ടതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. എന്തൊക്കെയാ ഈ കുട്ടി പറയുന്നേ? പ്രസവശേഷം ഇതൊക്കെ നിർബന്ധമാ കുഞ്ഞെ. ഇല്ലെങ്കിൽ നടുവേദന, നീർക്കെട്ട് ഇതൊക്കെ വരും. പിന്നെ മുലപ്പാല് കൂട്ടാനൊരു ആവശ്യമാ. എങ്കി ഭാനുവമ്മ നിക്കട്ടെ അല്ലേ ലക്ഷ്മമ്മ? അതെ, ഇത് തന്നെ രണ്ടാളുടെ പണിയാ. എന്നാലേ ഞാൻ ജോലി തുടങ്ങട്ടെ. ആ പിന്നെ വലിയൊരു കലം വേണം ആദ്യം തന്നെ. അതെ, ഒന്നേ ഇങ്ങ് വന്നേ. എന്താ കുഞ്ഞെ? നിങ്ങള് എന്റെ പ്രസവരക്ഷയ്ക്ക് മാത്രം വന്നതാണോ, അതോ ഇക്കൂട്ടത്തിൽ ആ സ്ത്രീയുടെ രക്ഷയും കൂടെ നോക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ അതിനെ നോക്കണോ ഇതിനെ നോക്കണോ? അനു, നിന്റെ കാര്യം നോക്കാനാ ഭാനുവിനെ വിളിപ്പിച്ചത്. ആ, അങ്ങനെയാ കൊള്ളാം. ആ, ഭാനു വന്നേ. ആ, അവര് ചെയ്യട്ടെ. കേട്ടിട്ട് നല്ല പണിയുണ്ട്. ഇവിടുന്ന് മാറി നിൽക്കാൻ ലക്ഷ്മമ്മയ്ക്ക് എവിടെയാ സമയം? എനിക്കിതൊന്നും അറിയില്ലെന്നുള്ള സുഭദ്രാമ്മയുടെ പറച്ചില് കേൾക്കുമ്പോൾ അദ്ദേഹം പെരുത്തു വരുന്നത്. എന്റെ കുഞ്ഞിന് കുടിക്കാനുള്ള പാലുണ്ടായാ മതിയായിരുന്നു. എന്നിട്ട് വേണം ചിലരുടെ മുമ്പിൽ എനിക്കൊന്ന് ജയിച്ചു നിൽക്കാൻ. ആരാ കുറച്ചു മുമ്പ് വന്നത്? ആന്റണിയാണോ? അല്ല, സാവിത്രി ചിറ്റ പറഞ്ഞിട്ട് അനുവിന്റെ പ്രസവരക്ഷയ്ക്ക് വന്നതാ. നന്ദേട്ടൻ അറിയുമായിരിക്കും. ഭാനുമതി എന്നാ പേര് പറഞ്ഞത്. അവളുടെ കാര്യം നോക്കാനല്ലേ വിവന്റെ അമ്മയുടെ ഉള്ളത്. പ്രസവ ശുശ്രൂഷയൊന്നും ലക്ഷ്മിയച്ചയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതിന് അറിവുള്ള ഒരാള് തന്നെ വേണം. അല്ല, ഞാനും ചോദിക്കട്ടെ, പ്രസവ ശുശ്രൂഷ അവൾക്ക് മാത്രം മതിയോ? താനും പ്രസവിച്ചോളല്ലേ? എന്താ സംഗീത തന്റെ കാര്യം ആരും പറയാത്തത്? 10 മാസം ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ചോളെ തന്നെയാ താനും. കുഞ്ഞില്ലാന്ന് വെച്ച് പ്രസവരക്ഷ വേണ്ടെന്ന് വെക്കാൻ പാടുണ്ടോ? നന്ദേട്ടനൊന്ന് പതുക്കെ പറ. അവളല്ലേ പരിഗണന അർഹിക്കുന്നത്. അത് തന്നെ നടക്കട്ടെ. എന്താ ഈ പരിഗണന? അത് താനൊന്ന് പറ. കുഞ്ഞുള്ളവർക്ക് കിട്ടുന്നത് പരിഗണന, കുഞ്ഞില്ലാത്തവൾ അത് അറിയാം. ഇത് ഈ വീട്ടിൽ വെച്ചിരുന്നാലുള്ള അപകടം അതറിയാതെയാണ് വിപിൻ ഇത് എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നിൽക്കുന്നത്. നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ സത്യം ഇതിലുള്ളത്. ഇതിന് നമ്മൾ സ്നേഹിക്കുന്നവരുടെ ജീവന്റെ വിലയുള്ളത്. ഇതെന്റെ കൈവശം ഇരുന്ന നന്ദേട്ടൻ കാണുക തന്നെ ചെയ്യും. വിപിൻ ഇവിടെ സൂക്ഷിച്ചാലും അപകടം തന്നെയാ. ഹേമയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാനേ പാടില്ലായിരുന്നു.
നമുക്കിത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാം. ഇത് അവിടെ ഇരിക്കുന്നതാ സുരക്ഷിതം. ഇത് സൂക്ഷിക്കണമെന്ന് എന്തിനാ വിപിൻ വാശി പിടിക്കുന്നത്? ഞാൻ ഭയപ്പെടുന്നത് വിപിനെയാ. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ കുഞ്ഞിന്റെ അമ്മ അനുവാ. ലീഗലായി അവൾ അമ്മയായി കഴിഞ്ഞു. ഇനി ഇതുകൊണ്ട് എന്ത് പ്രയോജനമാ ഉള്ളത്? എന്റെ സ്വസ്ഥത കെടുത്താവുന്നല്ലാതെ. വിപിൻ ചേട്ടാ, വിപിൻ ചേട്ടൻ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇവരുമായിട്ട് എന്ത് ഇടപാടാ വിപിൻ ചേട്ടനുള്ളത്? എനിക്കെന്താ സംഗീതാമ്മയോട് സംസാരിക്കാൻ പാടില്ലേ? നിനക്ക് എന്താടി പ്രശ്നം? കേറിപ്പോടിയാത്ത. എന്നെ അങ്ങനെ ഒഴിവാക്കി വിടാനൊന്നും വിപിൻ ചേട്ടൻ കരുതണ്ട. ഞാൻ വിപിൻ ചേട്ടന്റെ ഭാര്യയാ. എന്നെ മറച്ചു വെച്ച് ഇവിടെ നടക്കുന്ന എന്താന്ന് എനിക്ക് അറിയണം. ശരിക്കും നിന്റെ പ്രശ്നം എന്താടി? ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോ സംഗീതാമ്മ ഇവിടെ നിൽക്കുന്നത് കണ്ടു. അച്ഛന്റെ കാര്യങ്ങൾ പറയായിരുന്നു സംഗീതാമ്മ. അത്രേ ഉള്ളൂ? ഓരോ സംശയങ്ങളുമായിട്ട് വന്നോളൂ. മുറിയിൽ കിടന്ന നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് എനിക്കറിയാം. അനു, അതിങ്ങോട്ട് തരാൻ തരാനല്ലേ പറഞ്ഞത്? അനു, എനിക്കറിയേണ്ടത് എന്താണ്? തരാനാ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞേ പറ്റൂ. അനു, താ വിപിൻ ചേട്ടാ, തരാൻ എനിക്ക് അറിയണം എന്താന്ന്. അങ്ങനെ നീ ഇപ്പൊ അറിയണ്ട. അറിയേണ്ട ആൾക്കാരെ ഞാൻ അറിയിച്ചോളാം. നിക്ക്. വിപിൻ ചേട്ടൻ നിങ്ങളെ ഏൽപ്പിക്കാൻ ശ്രമിച്ച മുദ്രപത്രത്തിൽ എന്താ ഉള്ളേന്ന് എനിക്കറിയണം. പറയാൻ നിങ്ങളോട് പറഞ്ഞത്. എന്റെ ഭർത്താവ് എന്നെ മറച്ചു വെച്ച് നിങ്ങൾക്ക് എഴുതി തന്നെ എന്താന്ന് എനിക്ക് അറിഞ്ഞു തീരൂ. നീ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്റെ ഭർത്താവിനോടാ. നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല. സംഗീത അത് പറയില്ല മോളെ. നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന എന്തോ ആണ് ആ പത്രത്തിലുള്ളത്. അല്ലെങ്കിൽ എന്തിനത് വിപിൻ ഒളിപ്പിക്കണം? സംഗീതയുടെ ഞെട്ടല് ഞാൻ കണ്ടതാ. വിട്ടുകൊടുത്താലേ നീ ഒരു വിഡ്ഢിയാവും. അതിലെന്താ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയണം. ചെല്ലെ, അവളെ അങ്ങനെ വിട്ടുകളയരുത്. ചെല്ലെ. അവരെവിടെ? എന്താ മോളെ, എന്താ പ്രശ്നം? ഈ വീട്ടിൽ ഞാൻ അറിയാതെ പലതും നടക്കുന്നുണ്ട്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. മുത്തശ്ശാസ്ത്രിയെ വിളിക്ക. മുറി കയറി വാതിലടച്ചിരിക്കും അവര്. എന്താ ലക്ഷ്മി, കാര്യം എന്താണെന്ന് ലക്ഷ്മികളൊന്ന് പറ. സംഗീതയുടെ കയ്യിലെ വിപിൻ ഒരു മുദ്രപത്രം കൊടുത്തു. അനു അത് കണ്ടുപിടിച്ചു. അതിലെന്താണെന്ന് പറയാതെ വിപിൻ സ്ഥലം വിട്ടു. സംഗീതയും പറയാൻ കൂട്ടാക്കുന്നില്ല. മുത്തശ്ശി പറ, ഞാനത് അറിയണ്ടേ? വിപിൻ ചേട്ടന്റെ ഭാര്യയല്ലേ ഞാൻ? എന്നെ അറിയിക്കാതെ എന്ത് ഡോക്യുമെന്റാ വിപിൻ ചേട്ടൻ ആ സ്ത്രീയെ ഏൽപ്പിച്ചത്? അത് അറിയാനുള്ള അവകാശം പോലും എനിക്കില്ലേ? കണ്ടിട്ട് അതൊരു ആധാരം പോലെ എനിക്ക് തോന്നിയത്. അത് സംഗീതയുടെ കയ്യിലുണ്ടോ? അനുവും വിപിനും തമ്മിലുള്ള പിടിവലിയിൽ അത് കീറിപ്പോയി. എന്നിട്ടും കൊടുക്കാതെ വിപിൻ അത് കൊണ്ടുപോയിരിക്കുക. അതിന് നിനക്ക് കഴിയാത്തിടത്തോളം കാലം സകലത്തിലും കുറ്റം കണ്ടെത്തി കഴിയാനാ നിന്റെ യോഗം. അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവന്റെ മനസ്സിൽ നീയും ഈ കുഞ്ഞും ഇല്ലെന്നല്ലേ അതിനർത്ഥം? ശ്ശോ. വരണം. ഇങ്ങോട്ടിരിക്കാം. ബലിതർപ്പണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. തിരുമേനി തന്ന ചാർത്ത് പ്രകാരം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് നന്നായി. എല്ലാം മുറ്റത്തിന്റെ കോണിൽ തയ്യാറാക്കിക്കോളൂ.
നന്ദൻ പോയി കുളിച്ച് ഈറിനോടെ വന്നോളൂ. ശരി തിരുമേനി. തിരുമേനി കുടിക്കാൻ എന്തെങ്കിലും? കർമ്മം കഴിയുന്നതുവരെ ഞാൻ ഒന്നും കുടിക്കാറില്ല. ആരും ചെയ്യാത്ത കർമ്മമാണെന്ന് അറിയാതല്ല തിരുമേനി. അവന്റെ മനസ്സമാധാനത്തിന് അത് വേണോന്ന് ശഠിച്ച നമുക്ക് എന്ത് ചെയ്യാനാവും? തിരുമേനിക്കൊരു മനസ്സുണ്ടായത് തന്നെ ഭാഗ്യം. നന്ദൻ ആദ്യം ഈ ആവശ്യം പറഞ്ഞു വന്നപ്പോ ഞാൻ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചതാ. പക്ഷെ നന്ദൻ വീണ്ടും വന്നു. കർമ്മമല്ല ചികിത്സയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാ എന്നാ ചടങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതിയത്. എല്ലാം മനുഷ്യന്റെ മനസ്സമാധാനത്തിനല്ലേ. അതൊരു നല്ല കാര്യ തിരുമേനി. ശാപന ശാപം അത്ര നിസ്സാരമൊന്നുമല്ല. ചെയ്യാനുള്ളത് ചെയ്ത് അതിനെ ഒഴിവാക്കി വിടണം. ഓ, എന്റെ മോന്റെ കുഞ്ഞിനെ അത് ബാധിച്ചിട്ടുണ്ടോന്നാ ഇപ്പൊ സംശയം. അതിനല്ലേ തിരുമേനി വന്നിരിക്കുന്നത്. തിരുമേനി, കർമ്മത്തിനുള്ള എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. എന്നാ കർമ്മം അങ്ങ് നടത്താം. കിണ്ടിയിൽ അല്പം വെള്ളമെടുത്ത് കൈ കഴുകിയ ശേഷം മോതിര വിരലിൽ പവിത്ര മോതിരം അണിയാം. ഇനി ആ പവിത്ര മോതിരം ഒന്ന് അണിഞ്ഞോളൂ. ആ വിരലിൽ തന്നെ. ഞാൻ ചൊല്ലുന്ന ശ്ലോകം ഏറ്റു ചൊല്ലുന്നതിന് മുമ്പ് പൂവും ചന്ദനവും എള്ളും അരിയും ചേർത്ത് കൈവെള്ളയിൽ എടുക്കുക. എന്താടാ? ഓ ഓ ഓ ഓ ഇല്ലേ ഇല്ലേ. നിർത്തവിടെ. എന്തിനീ കർമ്മം? കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? ഈ മേപ്പാടൻ നമ്പൂതിരി ആരാന്ന് നീ കരുതിയത്? തിരുമേനി, മരിച്ചു പോയെന്ന് നീ കള്ളം പറഞ്ഞ നിന്റെ കുഞ്ഞല്ലേ?